Welcome to Services Management. Today's topic for our discussion is customer involvement in service process. In services, because of inseparability of service from the provider, its production and consumption takes place simultaneously. That means services are produced and consumed at the same time. For example, in a movie theater, entertainment services are generated and consumed at the same time. Similarly, dentist conduct a checkup and on a patient simultaneously consumes it. സർവീസസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പഠിച്ചതാണ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സുകളിൽ ഒന്നാണ് ഇൻസെപ്പറബിലിറ്റി. ഇൻസെപ്പറബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി കനോട്ട് സെപ്പറേറ്റ് പ്രൊഡക്ഷൻ ആൻഡ് കൺസംഷൻ. ഇപ്പോൾ ഗുഡ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് അത് കുറേ കൂടെ ക്ലിയർ ആവുക. ഒരു ഫിസിക്കൽ ഗുഡ് ആണെന്നുണ്ടെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു സ്ഥലത്തായിരിക്കും, ഫാക്ടറിയിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നേരെ മറിച്ചിട്ട് അതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് അത് സെയിൽസ് നടത്തി അത് മറ്റൊരു സ്ഥലത്തായിരിക്കും. അവിടെ കസ്റ്റമർ വാങ്ങിക്കൊണ്ട് പോയി ഉപയോഗിക്കുമ്പോഴാണ് അതിൻ്റെ കൺസംഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുക. നേരെ മറിച്ച് സർവീസിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നതും കൺസംഷൻ എന്ന് പറയുന്നതും ഒരുമിച്ചാണ് നടക്കുക. ആ ഒരു പ്രത്യേകതയ്ക്കാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻസെപ്പറബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സർവീസ് നൽകുന്ന ആളിനെ സർവീസ് പ്രൊവൈഡർ എന്ന് പറയാം. എംപ്ലോയി ഓഫ് ആൻ ഓർഗനൈസേഷൻ ഈസ് സർവീസ് പ്രൊവൈഡർ and the buyer is called a consumer because the production and consumption takes place simultaneously. The example പറയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ മൂവി തിയേറ്ററിൽ നമ്മൾ പോയിട്ട് മൂവി കാണുന്നു. അപ്പോൾ അവിടെ എന്താണ്, ആ മൂവി ഷോ എന്ന് പറയുന്ന സർവീസ് അവിടെ നൽകുന്നു. അതേ സമയം തന്നെയാണ് ആ എൻ്റർടൈൻമെൻറ്റ് കസ്റ്റമേഴ്സ് റിസീവ് ചെയ്യുന്നത്. മറ്റൊരു കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെന്റിസ്റ്റിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഒരു ഡെന്റിസ്റ്റ് പേഷ്യൻറ്റിന് സർവീസ് നൽകുന്നത്, രണ്ടാളും ഒരുമിച്ചുണ്ടാവണം. ഡെന്റിസ്റ്റും ഉണ്ടാവണം, പേഷ്യൻറ്റും ഉണ്ടാവണം. സർവീസ് നൽകുമ്പോൾ പ്രൊവൈഡറായിട്ടുള്ള ഡോക്ടർ നൽകുന്ന സർവീസ് അതേ സമയത്ത് തന്നെയാണ് പേഷ്യൻ്റ് റിസീവ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇൻസെപ്പറബിലിറ്റി എന്ന് പറയുന്ന സർവീസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്. ഈ കാരണം കൊണ്ട് തന്നെ കസ്റ്റമറും അല്ലെങ്കിൽ കൺസ്യൂമറുടെ പ്രസൻസും സർവീസ് പ്രൊവൈഡറുടെ പ്രസൻസും ഈ പ്രൊഡക്ഷൻ കൺസംഷൻ നടക്കുന്ന അതേ സമയങ്ങളിൽ രണ്ടാളും ഒരുമിച്ചുണ്ടാവണം. In order to be able to consume the service as they are created, the presence of buyer is a must. Otherwise, service would be wasted. അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു സർവീസ് ഡെലിവറി നടക്കുന്ന സമയത്ത് കസ്റ്റമറുടെ പ്രസൻസ് അത്യാവശ്യമായിട്ടും ഉണ്ടായിരിക്കേണ്ടതാണ്. കസ്റ്റമറുടെ പ്രസൻസ് ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ അതെല്ലാം തന്നെ വേസ്റ്റായി മാറുകയും ചെയ്യും. ഇപ്പോൾ നമ്മൾ ഒരു ക്ലാസ് റൂം എടുക്കുക. ഫിസിക്കൽ ക്ലാസ് റൂമിൽ ഒരു ടീച്ചർ വന്ന് അവിടെ ഒരു ലെക്ചർ ചെയ്യുന്നു, ഒരു ഡിസ്കഷൻ നടത്തുന്നു. അപ്പോൾ അവിടെ ആ നോളജ് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റുഡൻസ് അവിടെ ഉണ്ടായിരിക്കണം. ഇനി സ്റ്റുഡൻസ് ഉണ്ടായാൽ ടീച്ചർ ഇല്ലെന്നുണ്ടെങ്കിലും അവിടെ ക്ലാസ് നടക്കില്ല. ദാറ്റ് മീൻസ് ആ എഡ്യൂക്കേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് നടക്കില്ല. അപ്പോൾ ഈ രണ്ടാൾക്കാരും ഒരേ സ്ഥലത്ത് ഒരുമിച്ചുണ്ടായാൽ മാത്രമേ സർവീസിൻ്റെ കാര്യത്തിൽ പ്രൊഡക്ഷനും കൺസംഷനും നടക്കുകയുള്ളൂ. The separability of service production and consumption necessarily brings the service provider and the customer together. Either the provider must move to the customer, as in the case of plumbing and bridal makeup service, or the customer has to reach out to the service system, as in the case of education service. In the latter case, services are sold first and produced and consumed simultaneously. അപ്പോൾ ഇങ്ങനെ ഈ ഇൻസെപ്പറബിലിറ്റി എന്ന് പറയുന്ന ക്യാരക്ടറിസ്റ്റിക് ഉള്ള ഒരു സർവീസിൻ്റെ പ്രൊഡക്ഷനും കൺസംഷനും നടക്കുന്ന സമയത്ത് സർവീസ് പ്രൊവൈഡറും കൺസ്യൂമറും ഒരുമിച്ചുണ്ടായിരിക്കണം. അപ്പോൾ അതിൽ തന്നെ ഒന്നുകിൽ സർവീസ് പ്രൊവൈഡർ
കസ്റ്റമറുടെ അടുത്തേക്ക് ചെല്ലുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പ്ലംബറുടെ കേസ് എടുക്കുക, അല്ലെങ്കിൽ ഒരു ബ്രൈഡൽ മേക്കപ്പ്, അല്ല കല്യാണത്തിൻ്റെ അവസരത്തിൽ ബ്രൈഡിനെ മേക്കപ്പ് ചെയ്യാനായിട്ട് സർവീസ് പ്രൊവൈഡർ നേരെ എവിടെയാണോ ആ ഫംഗ്ഷൻ നടക്കുന്നത് ആ സ്ഥലത്തേക്ക് വരികയാണ്. അതുപോലെ പ്ലംബർ എവിടെയാണോ റിപ്പയർ വർക്ക് ചെയ്യേണ്ടത് ആ സ്ഥലത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ അവിടെ ട്രാവൽ ചെയ്യപ്പെടേണ്ടി വരുന്ന സർവീസ് പ്രൊവൈഡറാണ്. നേരെ മറിച്ചിട്ട് മറ്റ് ചില കേസുകളിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കോളേജ് ഒരു സ്ഥലത്തായിരിക്കും, അവിടത്തേക്ക് കുട്ടികൾ എത്തിച്ചേരുക എന്നുള്ളതാണ് അവിടെ വരുന്നത്. അപ്പോൾ കസ്റ്റമറാണ് അവിടെ ട്രാവൽ ചെയ്യേണ്ടി വരുന്നത്. അതേപോലെ തന്നെ ഈ പറഞ്ഞ കേസുകളിൽ ഈ കസ്റ്റമർ സർവീസ് പ്രൊവൈഡർ അടുത്തേക്ക് ട്രാവൽ ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷനിൽ ആക്ച്വലി ദ സർവീസസ് ആർ സോൾഡ് ഫസ്റ്റ് ആൻഡ് കൺസ്യൂംഡ് ലേറ്റർ. അതായത് ആദ്യം അവിടെ നമ്മൾ പർച്ചേസ് ചെയ്യണം. മറ്റൊരു എക്സാമ്പിൾ എടുക്കണമെങ്കിൽ തിയേറ്ററിൽ പോകുന്നു, വി പർച്ചേസ് ദി ടിക്കറ്റ്, then the service is consumed. Customer interaction with the service provider may be of different types. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻസെപ്പറബിൾ ആയിട്ടുള്ള ഈ സർവീസിൻ്റെ കാര്യത്തിൽ കസ്റ്റമറുടെ ഇൻട്രാക്ഷനാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അത് പല ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഇൻ സം സർവീസസ് ദ ഇൻട്രാക്ഷൻ ഈസ് ക്ലോസ്, പേഴ്സണൽ ആൻഡ് ഇൻറ്റിമേറ്റ്. For example, doctor and patient, or another example is beautician and a customer. This indivisibility casts a customer in the role of service creator. അപ്പോൾ കസ്റ്റമർ ഇൻട്രാക്ഷൻ ഇൻ സർവീസ് പ്രോസസ്സ് എന്ന് പറയുന്ന ഈ ഡിസ്കഷൻ്റെ ആദ്യത്തെ ടൈപ്പ് എന്ന് പറയുന്നത് കസ്റ്റമറും സർവീസ് പ്രൊവൈഡറുമായിട്ടുള്ള ഇൻട്രാക്ഷൻ വളരെ ക്ലോസ് ആയിരിക്കും, വളരെ പേഴ്സണൽ ആയിരിക്കും. എക്സാമ്പിളാണ് ഒരു ഡോക്ടറും പേഷ്യൻറ്റും തമ്മിലുള്ള ഇൻട്രാക്ഷൻ, അല്ലെങ്കിൽ ഒരു ബ്യൂട്ടീഷ്യനും അയാളുടെ കസ്റ്റമറുമായിട്ടുള്ള വളരെ ക്ലോസ് ആയിട്ടുള്ള ഇൻട്രാക്ഷനിലൂടെയാണ് അവിടെ സർവീസ് പ്രൊഡക്ഷനും കൺസംഷനും നടക്കുന്നത്. ഇൻ സം സർവീസസ് ദ കസ്റ്റമർ നീഡ്സ് ടു ബി പ്രസൻറ്റ് ഡ്യൂറിങ് ദ എൻറ്റയർ കോഴ്സ് ഓഫ് സർവീസ് എക്സ്പീരിയൻസ് സച്ച് എസ് ഹെയർ കട്ട് ഓർ എ ക്ലാസ് റൂം ലെക്ചർ. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആദ്യത്തെ ടൈപ്പ് എന്ന് പറയുന്നത് വളരെ ക്ലോസ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ, മറ്റൊരു അതേ കാര്യം തന്നെ മറ്റൊരു രീതിയിൽ പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കസ്റ്റമറുടെ പ്രസൻസ് ത്രൂ ഔട്ട് ദ സർവീസ് പ്രൊഡക്ഷനിൽ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ സർവീസ് ഡെലിവറിയുടെ ടൈമിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ ടൈപ്പ് കസ്റ്റമർ ഇൻവോൾവ്മെന്റ് ഇൻ സർവീസ് പ്രോസസ്. എക്സാമ്പിൾ, ഒരു ക്ലാസ് റൂം ലെക്ചർ നടക്കുകയാണ്. ക്ലാസ് റൂം ലെക്ചർ നടക്കുന്ന സമയത്ത് അത് കൺസ്യൂം ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ക്ലാസ് തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്ന വരെയുള്ള ടൈം അത് സ്റ്റുഡൻസ് അവിടെ ഉണ്ടായിരിക്കണം. അറ്റ് ദ സെയിം ടൈം സർവീസസ് ലൈക്ക് ഡ്രൈ ക്ലീനിങ് ഓർ കാർ റിപ്പയർ റിക്വയർ കസ്റ്റമേഴ്സ് ടു ടേക്ക് പാർട്ട് ഓൺലി അറ്റ് 2 stages. The customer interaction in these cases is limited to the beginning and the end. അതേസമയം മറ്റു ചില സർവീസസിൻ്റെ കേസിലാണെങ്കിൽ ആ സർവീസിൻ്റെ പ്രൊഡക്ഷൻ കൺസംഷൻ നടക്കുന്ന സമയം കംപ്ലീറ്റ് കസ്റ്റമർ അവിടെ ആവശ്യമില്ല. എക്സാമ്പിൾ കാർ റിപ്പയറിൻ്റെ കേസിലാണെങ്കിൽ കാറ് നമ്മൾ സർവീസ് സെൻറ്ററിൽ കൊണ്ട് കൊടുക്കുക, കസ്റ്റമർ അത് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അയാളുടെ പ്രസൻസ് അവിടെ ആവശ്യമില്ല. ലാസ്റ്റിൽ ആ സർവീസിൻ്റെ എൻഡിൽ പേയ്മെൻറ്റ് നടത്തിയിട്ട് കാറ് തിരിച്ച് റിസീവ് ചെയ്യുന്ന സമയത്ത് മാത്രമേ കസ്റ്റമറുടെ പ്രസൻസ് ആവശ്യമുള്ളൂ. അപ്പോൾ ഇവിടെ കസ്റ്റമർ ഇൻവോൾവ്മെന്റ് എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞ സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ത്രൂ ഔട്ട് ദ സർവീസ് ഡെലിവറി കസ്റ്റമേഴ്സ് പ്രസൻസ് ഈസ് റിക്വയർഡ്. എക്സാമ്പിൾ ക്ലാസ് റൂം ലെക്ചർ. രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർ ആ തുടക്കത്തിലും അവസാനവും മാത്രം മതി, സ്റ്റാർട്ട് ആൻഡ് എൻഡിൽ മാത്രമേ പ്രസൻസ് ആവശ്യമുള്ളൂ. എക്സാമ്പിൾ കാർ റിപ്പയർ ഓർ അനദർ വൺ ഈസ് ഡ്രൈ ക്ലീനിങ്. നെക്സ്റ്റ് ടൈപ്പ് നോക്കാം. ഇൻ സം സിറ്റുവേഷൻസ് ദ പ്രൊവൈഡർ കസ്റ്റമർ ഇന്റർഫേസ് ഈസ് സെപ്പറേറ്റഡ് ബൈ സം മീഡിയ വിച്ച് പെർമിറ്റ്സ് സർവീസ് ഡെലിവറി ഫ്രം എ ഡിസ്റ്റൻസ്. In such cases, the interaction is not direct face-to-face. They include distance education and cable entertainment.
The customer in such situation needs to be mentally present. അപ്പം മറ്റൊരു ടൈപ്പ് കസ്റ്റമർ ഇൻവോൾവ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ ഏതെങ്കിലും ഒരു മീഡിയത്തിൻ്റെ സഹായത്തിലൂടെ നമ്മൾ സർവീസ് ഡെലിവറി ചെയ്യുക എന്നുള്ളൊരു സിറ്റുവേഷനിൽ, എക്സാമ്പിൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ, ഇപ്പം ഈ തരത്തിലുള്ള ഓൺലൈൻ എഡ്യൂക്കേഷൻ, ആ തരത്തിൽ ഇതൊക്കെ തന്നെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇവിടെയുള്ള പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർ ഇൻട്രാക്ഷൻ ഈസ് നോട്ട് ഫേസ് ടു ഫേസ്. സർവീസ് പ്രൊവൈഡർ സർവീസ് എപ്പോഴോ നൽകുന്നു, കസ്റ്റമർ എന്ന് പറയുന്ന സ്റ്റുഡൻറ്റ് വേറെ ഏതോ സമയത്ത് അത് കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. അപ്പം ഈ തരത്തിലുള്ള ഒരു സർവീസ് ഡെലിവറിയിൽ ഡയറക്റ്റ് ഫേസ് ടു ഫേസ് കോണ്ടാക്റ്റ് വരുന്നതേ ഇല്ല. At the same time, the customer in such situation need to be mentally present. അപ്പോൾ എപ്പോഴാണോ കസ്റ്റമർ സർവീസ് റിസീവ് ചെയ്യുന്നത് ആ സമയത്ത് കസ്റ്റമറുടെ ഒരു മെൻ്റൽ പ്രസൻസ് അവിടെ ഉണ്ടായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. When customer contact with the system is limited, services are easier to manage. അപ്പോൾ ഈ മുൻപ് കണ്ട എക്സാമ്പിൾസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ വളരെ കസ്റ്റമർ ഇൻട്രാക്ഷൻ ആവശ്യമുള്ള ഒരു പ്രോസസ്സാണ് സർവീസ് ഡെലിവറി എന്ന് പറയുന്നത്. അപ്പോൾ കസ്റ്റമറുടെ സർവീസ് പ്രൊവൈഡറുടെ ഇൻട്രാക്ഷനിലൂടെയാണ് അവിടെ നടക്കുന്നത്. പക്ഷേ അതിലുള്ള ചെറിയ വ്യത്യാസങ്ങൾ വരാം. ചില കേസിലാണെങ്കിൽ വളരെ ക്ലോസ് ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷനിലൂടെയാണ് നടക്കുന്നത്, സർവീസ് ഡെലിവറി നടക്കുന്നത്. അതേസമയം ചില കേസിലാണെന്നുണ്ടെങ്കിൽ അത്രയധികം ഇൻവോൾവ്മെൻ്റ് ആവശ്യമില്ല. അപ്പോൾ എപ്പോഴാണോ കസ്റ്റമർ ഇൻവോൾവ്മെൻ്റ് കൂടുതൽ വരുന്നത് ആ സമയത്ത് കസ്റ്റമർ ഡോമിനേറ്റ് ചെയ്യുന്ന ഒരവസ്ഥ വരും. അതല്ല, കസ്റ്റമർ ഇൻവോൾവ്മെൻറ്റ് ലിമിറ്റഡ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ സർവീസ് ഡെലിവറി മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിരിക്കും. അതാണ് ഈ പാരഗ്രാഫിൽ നമ്മൾ നോക്കുന്നത്. വെൻ ദ കസ്റ്റമർ കോണ്ടാക്ട് വിത്ത് ദ സിസ്റ്റം ഈസ് ലിമിറ്റഡ്, സർവീസസ് ആർ ഈസിയർ ടു മാനേജ്. ഓൺ ദ അതർ ഹാൻഡ്, when the customer tends to play a more active role in the service system, the service provider will have to give up more control in favor of the customer. അപ്പം കൂടുതൽ ഇൻവോൾവ്മെൻറ്റ് കസ്റ്റമറുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ട സർവീസുകളിലാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ ആ സർവീസ് ഡെലിവറിയുടെ കൺട്രോൾ കസ്റ്റമർ ഏറ്റെടുക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകാം. ദിസ് വിൽ അഫക്റ്റ് ദ സർവീസ് സിസ്റ്റം എഫിഷ്യൻസി as customers' behavior cannot be regulated like a machine. അങ്ങനെ കസ്റ്റമർ ഇൻവോൾവ്മെൻറ്റ് ഈ സർവീസ് ഡെലിവറിയെ ഓവറായിട്ട് കൺട്രോൾ ചെയ്യുന്നൊരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അത് എൻ്റയർ സർവീസ് സിസ്റ്റത്തിൻ്റെ എഫിഷ്യൻസിയെ ബാധിക്കാനുള്ള സാധ്യതയുമുണ്ട്. So this is about our discussion regarding the customer involvement in services. കസ്റ്റമറുടെ ഇൻവോൾവ്മെൻറ്റ് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സാണ് സർവീസിൻ്റെ കാര്യത്തിലുള്ളത്. അത് പല രീതിയിലാണ് സംഭവിക്കുന്നത്. അതിൽ അഡ്വാൻറ്റേജസ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അതിലുള്ള ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജാണ് നമ്മളിപ്പോൾ കണ്ടത്. കസ്റ്റമർ ഇൻവോൾവ്മെൻറ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ കസ്റ്റമർ അത് ഡോമിനേറ്റ് ചെയ്യുകയും സിസ്റ്റത്തിൻ്റെ സർവീസ് സിസ്റ്റത്തിൻ്റെ എഫിഷ്യൻസി ബാധിക്കുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് നമ്മളുടെ ഈ ഡിസ്കഷൻ അവസാനിപ്പിക്കാം. ഹോപ്പ് the important points are understood clearly. Thank you.